രാജപ്പ അച്ഛൻ എടുക്കാൻ ചെന്നപ്പോ കണ്ണപ്പൻ ഉടക്കിയില്ലേ? ആദ്യം ഒന്ന് ഉടക്കി നോക്കി ഇവിടെ ചീറ്റിപ്പോയി. അത് എന്റെ അടുത്ത് നടക്കാം അവന്റെ വിളച്ചില്. കാരണം നോക്കി ഒന്ന് കൊടുത്ത്. അവൻ പൂച്ചയാണെങ്കിൽ ഞാൻ പുലിയാണ് പൂലി. അത് തന്നെത്താൻ പറഞ്ഞാ പോരാ, നാട്ടുകാർ പറയണം. എന്താ സംശയം ഉണ്ടോ? ഉണ്ട്. നിനക്ക് ഈ പറച്ചിലല്ലാതെ കാര്യത്തിൽ കേവൻ കണ്ണപ്പൻ തന്നെയാ എന്നാണ് നാട്ടുകാരുടെ പൊതുവെ ഉള്ള ഒരു സംസാരം. അതുമല്ല, പിള്ളച്ചേട്ടന്റെ വീറും വാശിയെ കിട്ടിയിരിക്കുന്ന കണ്ണപ്പനാണെന്ന്. ഏത് അരിഞ്ഞ കിട്ടണ്ടെന്ന് പറഞ്ഞത്? പറയുന്ന നാട്ടുകാരാണെങ്കിലും ഇളക്കി വിടുന്ന അവന് തള്ളയാ ആ ഗോമതിയമ്മ. അവരിളക്ക് ഞാൻ മാറ്റുന്നുണ്ട്. മാറ്റണം, മാറ്റിയേ പറ്റൂ. അതിനുള്ള വകുപ്പുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് വകുപ്പ്? വാ പറയാം. യുവജനവേദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നത്. ഫയൽമാൻ ഫൽഗുണൻ പിള്ളയുടെ പേരിലുള്ള പുരുഷശ്രീ അവാർഡിന് വേണ്ടിയുള്ള വമ്പിച്ച ഗുസ്തി മത്സരം. കണ്ണപ്പൻ ഫയൽവാനും രാജപ്പൻ ഫയൽവാൻ തമ്മിലുള്ള മത്സരം. ഇതാ നിന്റെ വകുപ്പ്. എടാ കണ്ണപ്പനോട് കുസ്തി പിടിക്കാൻ നിന്റെ മദ്ദം വരും. എടാ അവനോട് കുസ്തി പിടിക്കുന്നതിനേക്കാൾ നല്ലത് തൂങ്ങിച്ചാണ് പട്ടി. ഇത് തന്നെ കണ്ണപ്പനും പറഞ്ഞു. നിന്നോട് മത്സരിച്ച് ജയിക്കുന്നതിനേക്കാൾ തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. എന്നാ അവൻ പറഞ്ഞോ? പറഞ്ഞതല്ല, പറയിപ്പിച്ചതാ ആ ഗോമതിയമ്മ. എടാ രാജപ്പ, ഇതിങ്ങനെ വിട്ടുപടക്കരുത്. ഈ പറയുന്ന അവളുടെയും നാട്ടുകാരും വായ നീ മൂടി കെട്ടണം. എടാ അമ്മണിക്കൂട്ട, നീ ചെന്ന് പറഞ്ഞേര് അവനോട് തലയോടും. ഈ മത്സരത്തിൽ എന്റെ മോൻ ജയിച്ചില്ലെങ്കിൽ ഇവന്റെ തല ഞാൻ മൊട്ടടിക്കുന്നു. അതേടാ, നിന്റെ അമ്മ തന്നെ ഈ പറയുന്നത്. അച്ഛന്റെ മോനാണ് നീയെങ്കിൽ നീ അത് കാണിച്ചു കൊടുക്കണം. എന്റെ മുട്ട അടിക്കുന്നു അല്ല, പിന്നെ കണ്ണപ്പൻ മൊട്ടയിടുന്നത്. അതെ, ഫയൽമാൻ ഫൽഗുണം പുള്ളിയുടെ മകനാണ് ഈ രാജപ്പനെങ്കിൽ ഈ പുരുഷശ്രീ അവാർഡും കൊണ്ട് രാജപ്പൻ ഈ പടിച്ച വിട്ടു. ഇത് സത്യം സത്യം സത്യം.